കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ചേർത്തിരിക്കുന്ന മായത്തെ കുറിച്ചൊക്കെ വൈദ്യുതി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും എന്താണ് ഒരു പ്രതിവിധി? ഇപ്പോ എല്ലാ പ്രേക്ഷകരും ഇപ്പൊ ആലോചിക്കുന്നതായിരിക്കും. നിസ്സാരാണ്. നെല്ല് കുത്തി അരി ഇപ്പം മാർക്കറ്റിൽ കിട്ടും, ജൈവ അരി കിട്ടുന്നുണ്ട്, ശകലം വില കൂടുതലാണ്. അല്ലെങ്കിൽ അവനവന് വെല്ല് മേടിച്ച് പുഴുങ്ങി കുത്തിയെടുക്കാം, അങ്ങനെ നടക്കാൻ നല്ലത്. പച്ചക്കറി അവനവൻ ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ അയൽവക്കത്തുള്ളത് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അയൽവക്കത്തുള്ളാതെ കൃഷിക്കാരന് പൈസ കൊടുത്തിട്ട് 10 രൂപ കൂടുതൽ കൊടുത്ത് ചെയ്യാൻ തയ്യാറായാൽ അവൻ കൃഷി ചെയ്ത് തരും. അതും പറ്റില്ലെങ്കിൽ പപ്പങ്ങ, വാഴപ്പിണ്ടി, ചേമ്പിന്റെ താള്, ചേനത്തണ്ട്, കുപ്പച്ചീര, സാമ്പാർ ചീര, മുള്ളൻ ചീര, ഇങ്ങനെ തഴുതാമേടല, ഇങ്ങനെ ഒരുപാട് മുരിങ്ങയില, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് പഴയതുപോലെ ചെയ്യാം. അതും കിട്ടിയില്ല പച്ചക്കറിക്ക്. സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഒരു വാഴയിലേക്കകത്ത് ചൂട് ചോറോ കഞ്ഞിയോ കൂട്ടാനോ നേരത്തെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വാഴയില അങ്ങോട്ട് വാടും. വാടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ക്ലോറോഫിൽ കിട്ടും. വേറെ ഒരു പച്ചക്കറിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ സ്കൂളിൽ ചമ്മന്തി വാഴയിലേക്കകത്ത് കെട്ടിക്കൊണ്ട് പോയപ്പോൾ അന്നുള്ളവനൊന്നും ഒരു വിറ്റാമിന്റെയും കുറവില്ലായിരുന്നു. ചക്കയുള്ള സമയത്ത് ചക്ക കൊണ്ടൊരു 100 കൂട്ടം കറികളും അവിയലും എല്ലാം ഉണ്ട്. ആ ചക്കക്കുരു പറക്കി പണ്ട് എരുത്തിലിന്റെ പുറയിലോട്ട് വെച്ച് കഴുകി ഉണക്കി എരുത്തിന്റെ പുറയില് കുഴി കുഴിച്ചിട്ട് അതിനകത്ത് കുറെ ഉമിയോ മണലോ വാരിയിട്ട് ചക്കക്കുരു വാരി അവിടെ ഇട്ട് കഴിഞ്ഞാൽ 1 കൊല്ലം വരെ കിടക്കും. ആ ചക്കയുടെ പുറത്തിരിക്കുന്ന മുള്ള്, അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ മരുന്ന്. ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ അവന്റെ മൂത്രം നെരിക്കു പോകും. അപ്പൊ ചക്ക ഒരു ഔഷധമാണ്. ആ ചക്കക്കുരു, ആ ചക്കയുടെ സീസം 6 മാസത്തേക്കുള്ള കറിയായോ ആയി. അപ്പൊ പച്ചക്കറി എങ്ങും പോണ്ട. പപ്പങ്ങ തോരൻ വെക്കാം, കറി വെക്കാം. മൂന്നാമത്തത്, നിങ്ങൾ മൈദയുടെ ഉൽപ്പന്നങ്ങളും നിർത്തുക. 4, അയഡിൻ ചേർന്ന ഉപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക. അയഡിൻ ചേർന്ന ഉപ്പ് കഴിക്കുന്നത് തൈറോയ്ഡ് ഉണ്ടാക്കാനാണെന്ന് സുപ്രീം കോടതിയിൽ 1 കൊല്ലമായി അയഡിൻ ചേർന്ന ഉപ്പ് നിരോധിച്ചിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ കിടന്ന് ഓടുകയാണ്. ആർക്കും അറിയില്ല ഈ രഹസ്യം. എന്റെ കയ്യിൽ പേപ്പർ ഇപ്പോഴതായിരിക്കുന്നു. പേപ്പർ അയഡിൻ ചേർന്ന ഉപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ദേശാഭിമാനിക്കകത്ത് 3 ദിവസം കണ്ടിന്യൂസ് വന്നതാ. അപ്പോൾ അയഡിൻ ചേർന്ന ഉപ്പ് മാറ്റി കല്ലുപ്പാക്കി. 5-മത്തത് പലവ്യഞ്ജനങ്ങളെല്ലാം വാങ്ങിച്ചു പൊടിച്ചെടുക്കുക. ഒരൊറ്റ പൊടിവർഗം മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക. 6, കല്യാണ വീട്, ഹോട്ടല്, പാലുകാച്ച്, സൽക്കാരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയി ആഹാരം കഴിക്കാതിരിക്കുക. പച്ചവെള്ളം പോലും കൂടി. കാരണം നിങ്ങൾ ചിരിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കല്യാണ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് വീട്ടിൽ വരുമ്പോ തളർന്ന് കിടന്നുറങ്ങുകയാണ്. അവര് കഴിച്ച അജിനോമോട്ടയും കളറും എസൻസും പെയിന്റും എല്ലാം കൂടെ നിങ്ങളെ ഒതുക്കി തന്നു. നിങ്ങൾ അറിയുന്നില്ല ഇതൊക്കെയാണ് അവിടെ തളർന്ന് വീണ് കിടന്നത്. ചിരിക്കണ്ട. അപ്പോൾ ഇനിയെങ്കിലും കല്യാണ വീട്ടിലെ ആൾക്കാരോട് പറയുക, എന്റെ വീട്ടിൽ എങ്ങനെയാ നടന്നത് അതുപോലെ നടത്താൻ പറയുക. മനസ്സിലായോ? എന്റെ വീട്ടിൽ എങ്ങനെയാ നടന്നതെന്ന് അന്വേഷിക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ആട്ടിയെടുക്കുക. വേറൊരു ഒറ്റ എണ്ണ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക. അത് കഴിഞ്ഞ് അലൂമിനിയം പാത്രത്തിലുള്ള ആഹാരം വെപ്പ് നിർത്തുക. പാൽ ഉൽപ്പന്നങ്ങളും നിർത്തുക. അലൂമിനിയം പാത്രം ഭയങ്കര ഡേഞ്ചറാണ്. അതിനകത്ത് അലൂമിനിയം ശരീരത്തിൽ ചെന്നാൽ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് ചായ, കാപ്പി, ലഹരി സാധനങ്ങൾ ഇത് നിർത്തണം. കാരണം ചായ കുടിക്കുന്നതിന് പകരം ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ചായക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു താജ്മഹലിന്റെ ചായ മേടിച്ച് നിങ്ങൾ ഡെയിലി ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മതി. ഒരു ബ്രൂവിന്റെ ഒരു കാപ്പി മേടിച്ചിട്ട് കാരണം അതിനകത്ത് അവരുടെ ഓരോരുത്തരും അഡിഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പേസ്റ്റ് എടുത്ത് തേക്കുമ്പോൾ വേറൊരു പേസ്റ്റ് വേണ്ടാത്തതെന്നറിയോ? അതിനകത്ത് നിങ്ങൾക്ക് അഡിഷൻ ഉണ്ടാക്കാവുന്ന നിക്കോട്ടിൻ അതിനകത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു പേസ്റ്റ് ഓടാത്തത്. എല്ലാവർക്കും അവനവന്റെ അഡിഷൻ ഉണ്ടാക്കാനുള്ള സാധനം അതിനകത്ത് ചേരുന്നുണ്ട്. ഇത് തന്നെയാണ് ചായക്കകത്തും കാപ്പിക്കകത്തും ചേരുന്നത്. അപ്പൊ അത് നിർത്തി പഞ്ചസാര അങ്ങോട്ട് നിർത്തുക. ഇതങ്ങോട്ട് നിർത്തുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് പഴയ ജീവിതത്തിലേക്ക് പോകും. 25-30 വർഷത്തിന് പുറമോട്ട് നമ്മള് പച്ചക്കറിക്ക് മേടിക്കാൻ പോയത് ഓണത്തിനും വാവിനും ക്രിസ്തുമസിനും സംക്രാന്തിക്കും പോയി പച്ചക്കറി മേടിച്ച സ്ഥാനത്ത് ഇന്ന് എന്നും പച്ചക്കറി മേടിക്കുകയാണ്. അന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പണ്ട് ഓണം, വിഷു ഇങ്ങനെയുള്ള സൽക്കാരങ്ങളുടെ സമയത്തായിരുന്നു, അങ്ങനെയുള്ള ആഘോഷ സമയത്തായിരുന്നു നല്ലോണം ഒന്ന് ചാപ്പാട് കഴിച്ചത്. അപ്പോഴത്തെ നമുക്ക് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും ആ ഒരു ദിവസം കൊണ്ട് കിട്ടിയിരുന്നു. നമ്മൾ ആ ഒരു 25 വർഷത്തിന് പുറമോട്ടൊന്ന് പോവാം, അപ്പോൾ നമുക്ക് രക്ഷപ്പെടാം. അപ്പോ നമ്മളുടെ ഇപ്പൊ നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ വൈദ്യുതി പറഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ട പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സഹായിച്ച മോഹൻ വൈദ്യറിന് ഒരുപാട് നന്ദിയുണ്ട്.